2025 SSLC വിജയിച്ച് +1 സിംഗിൾ വിൻഡോ ഓൺലൈൻ അപേക്ഷയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും പല വർഷങ്ങളിലും +1 അവർ ആഗ്രഹിച്ച സ്കൂളിൽ അല്ലെങ്കിൽ ആഗ്രഹിച്ച കോഴ്സിൽ സിംഗിൾ വിൻഡോ അപേക്ഷയിലുള്ള ചില പിഴവുകൾ മൂലം അഡ്മിഷൻ ലഭിക്കാതെ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഓൺലൈൻ സിംഗിൾ വിൻഡോ അപേക്ഷയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും വരാതിരിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റുകളായി ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി പെട്ടെന്ന് മറുപടിയും തരാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോ സിംഗിൾ വിൻഡോ ഓൺലൈൻ അപേക്ഷ നൽകി തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ പ്രധാനമായും വേണ്ടത് 3 കാര്യങ്ങളാണ്. 1 മൊബൈൽ നമ്പർ വേണം, 2 രജിസ്റ്റർ നമ്പർ, 3 ഡേറ്റ് ഓഫ് ബർത്ത്. വൺസ് അഗൈൻ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, രജിസ്റ്റർ നമ്പർ. നമുക്കറിയാം മൊബൈൽ നമ്പറിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. റെഗുലർ ആയിട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ വെച്ച് വേണം സിംഗിൾ വിൻഡോ ഓൺലൈൻ അപേക്ഷ രജിസ്റ്റർ ചെയ്യുവാൻ. കാരണം പിന്നീട് അലോട്ട്മെന്റ് പ്രോസസ്സിനകത്ത് വിവിധ ഘട്ടങ്ങളിൽ ഈ മൊബൈൽ നമ്പർ ആവശ്യം വരാറുണ്ട്. ആ സമയത്ത് നമ്മൾ റെഗുലറായി ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് പല പ്രശ്നങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് റെഗുലർ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ വെച്ചിട്ട് വേണം സിംഗിൾ വിൻഡോ ഓൺലൈൻ അപേക്ഷയുടെ രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ആ മൊബൈൽ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ സമയത്ത് ഒരു OTP ലഭിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ തുടങ്ങുന്നത് മെയ് 14 മെയ് 20 വരെ ഈ അപേക്ഷ തുടരുന്നതാണ്. അതായത് മെയ് 14 മുതൽ മെയ് 20 വരെ നമുക്ക് സിംഗിൾ വിൻഡോയുടെ ഓൺലൈൻ അപേക്ഷ നൽകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, മെയ് 14 തന്നെ വളരെ ധൃതിപ്പെട്ട് അപേക്ഷ നൽകേണ്ട ആവശ്യമൊന്നുമില്ല. മെയ് 20 നിങ്ങളുടെ സൗകര്യപ്രകാരം നല്ല വിധം ആലോചിച്ച് തീരുമാനമെടുത്ത് കുറച്ച് സാവകാശം അപേക്ഷിച്ചാൽ മതി. ആദ്യം അപേക്ഷിച്ചെന്ന് കരുതി ആദ്യം അഡ്മിഷൻ ലഭിക്കുക, അത്തരത്തിലുള്ള യാതൊരുവിധ സംഭവങ്ങളും +1 അലോട്ട്മെന്റ് അപേക്ഷയുമായി ബന്ധപ്പെട്ടില്ല. പകരം മെറിറ്റ് നോക്കി മാർക്ക് അടിസ്ഥാനവും പിന്നീട് ചില കമ്മ്യൂണിറ്റി റിസർവേഷൻ അഥവാ ജാതി അടിസ്ഥാനത്തിലുള്ള റിസർവേഷനും ഒക്കെ നോക്കിയാണ് +1 അലോട്ട്മെന്റിന് കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് വളരെ സാവകാശം അപേക്ഷിച്ചാൽ മതി, ധൃതിപ്പെട്ട് ആരും അപേക്ഷ നൽകേണ്ടതില്ല. ഒരു കൂടി പറയുകയാണ്, മെയ് 14 മുതൽ മെയ് 20 വരെയാണ് അപേക്ഷിക്കേണ്ട സമയം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അപേക്ഷ നൽകുന്ന സമയത്ത് ഏതെല്ലാം സ്കൂളുകളിൽ, ഏതെല്ലാം കോഴ്സുകളിൽ, ഏതെല്ലാം തരത്തിൽ അപേക്ഷ നൽകണം എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഇനി ഞാൻ പറയുന്നത്. ഫുൾ A+ ലഭിച്ച ഒരു വിദ്യാർത്ഥി, അപേക്ഷ നൽകുമ്പോൾ, ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥി അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത്. ആ വിദ്യാർത്ഥി ഏത് സ്കൂളിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ സ്കൂൾ ഏത് കോഴ്സിലാണോ അപേക്ഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കോഴ്സ് മാത്രം നൽകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഉദാഹരണത്തിന് A എന്ന വിദ്യാർത്ഥിക്ക് ഫുൾ A+ ഉണ്ട്. ആ വിദ്യാർത്ഥി X എന്ന സ്കൂളിൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു, ബയോളജി സയൻസിന് ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കൂ. ഈ X എന്ന സ്കൂളും ബയോളജി സയൻസും മാത്രം അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പലപ്പോഴും നിങ്ങൾക്ക് സംശയം വരും, ഇനി അഥവാ അലോട്ട്മെന്റ് ലഭിച്ചില്ലെങ്കിൽ മറ്റൊരു സ്കൂൾ കൂടി ഓപ്ഷനിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതല്ലേ എന്നുള്ളത്. പക്ഷെ ശ്രദ്ധിക്കുക, ഒരു പക്ഷേ ആ വിദ്യാർത്ഥിക്ക് X എന്ന സ്കൂളിൽ അലോട്ട്മെന്റ് പ്രോസസ്സിനകത്ത് അഡ്മിഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് വീണ്ടും അപേക്ഷ നൽകുവാനുള്ള അവസരമുണ്ട്. ഇനി മുഖ്യ അലോട്ട്മെന്റ് ഘട്ടത്തിൽ ഒന്നും ആ വിദ്യാർത്ഥിക്ക് അവരാഗ്രഹിച്ച സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചില്ലെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും ആ സ്കൂളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾ അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ, അവർ ആഗ്രഹിക്കുന്ന കോഴ്സിൽ മാത്രം അപേക്ഷ നൽകിയാൽ മതി. ഒന്നിൽ കൂടുതൽ സ്കൂളുകളോ ഒന്നിൽ കൂടുതൽ കോഴ്സിനോ അപേക്ഷ നൽകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ മാത്രം കാര്യമാണ്. ഇനി ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥി ഒന്നിലധികം സ്കൂളിൽ, ഒന്നിലധികം കോഴ്സിൽ അപേക്ഷ നൽകിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, A എന്ന വിദ്യാർത്ഥിക്ക് ഫുൾ A+ ഉണ്ട്. ആ വിദ്യാർത്ഥി X എന്ന സ്കൂളിൽ ബയോളജി സയൻസിന് അലോട്ട്മെന്റിന് അപേക്ഷിക്കുന്നു. ആ സ്കൂളിൽ ആ കോഴ്സിനാണ് ആ വിദ്യാർത്ഥി ചേരുന്നതിന് വേണ്ടി, അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നതും എന്ന് വിചാരിക്കുക. ഇതേ വിദ്യാർത്ഥി ഇനി അഥവാ X എന്ന സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ മിനിമം
ബി എന്ന സ്കൂളിലെങ്കിലും അഡ്മിഷൻ ലഭിക്കണം. ബയോളജി സയൻസ് തന്നെയാണ് എയിം ചെയ്യുന്നത് എന്ന് വിചാരിക്കൂ. ഇങ്ങനെ ഒരു അപേക്ഷ കൂടി അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്തിയാൽ ഒരു പക്ഷേ മുഖ്യ അലോട്ട്മെന്റ് ഘട്ടങ്ങൾ 3 പ്രത്യേകം ശ്രദ്ധിക്കുക. മുഖ്യ അലോട്ട്മെന്റ് ഘട്ടങ്ങൾ 3 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഈ കുട്ടിക്ക് ഈ 3 അലോട്ട്മെന്റ് സമയത്തും എക്സ് എന്ന സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ മിനിമം ബി എന്ന സ്കൂളിൽ ഈ അലോട്ട്മെന്റ് ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി എന്ന സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിക്കുകയും ചെയ്താൽ ഈ വിദ്യാർത്ഥി പിന്നീട് ബി എന്ന സ്കൂളിൽ ബയോളജി സയൻസ് പഠിക്കേണ്ടി വരും. പിന്നീട് ഒരിക്കലും എക്സ് എന്ന സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 3 അലോട്ട്മെന്റ് ഘട്ടത്തിലും എക്സ് എന്ന സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാതെ ബി എന്ന സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിച്ചാൽ പിന്നീട് അലോട്ട്മെന്റ് ലഭിക്കുന്ന സമയത്ത് അവർ ബി എന്ന സ്കൂളിൽ തുടർന്ന് പഠിക്കേണ്ടി വരും. ഇനി ഈ എക്സ് എന്ന സ്കൂൾ മാത്രം അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിൽ മുഖ്യ അലോട്ട്മെന്റ് ഘട്ടമായ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഘട്ടത്തിലും വിദ്യാർത്ഥിക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് ഈ വിദ്യാർത്ഥിക്ക് വീണ്ടും അലോട്ട്മെന്റ് അപ്ലിക്കേഷന് അവസരമുണ്ടാകും. എന്നാൽ മുഖ്യ അലോട്ട്മെന്റ് ഘട്ടത്തിൽ മറ്റൊരു സ്കൂൾ ഉൾപ്പെടുത്തി അപേക്ഷ നൽകി ആ സ്കൂളിൽ അഡ്മിഷൻ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി ആ മറ്റേ സ്കൂളിൽ ചേരാൻ അഡ്മിഷൻ എടുക്കാൻ നിർബന്ധിതരാകും. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അവസരം ഉണ്ടായിരിക്കുകയുമില്ല. അതായത് മുഖ്യ അലോട്ട്മെന്റ് ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചാൽ ആ വിദ്യാർത്ഥി ആ സ്കൂളിൽ ടെമ്പററിയായി അഡ്മിഷൻ എടുത്ത് 3ാമത്തെ അലോട്ട്മെന്റിന് മുമ്പായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ വിദ്യാർത്ഥിക്ക് പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ നൽകാനാവില്ല. ഇതാണ് ഫുൾ A+ ലഭിച്ച വിദ്യാർത്ഥികൾ ഒരു സ്കൂളും ഒരു കോഴ്സും മാത്രം അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നത്. ഇനി 8A+ അഥവാ 7A+ ഈ ഒരു ലെവലില് 9A+ ഈ ഒരു ലെവലില് SSLC സ്കോർ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, അവർ ഏതെങ്കിലും ഒരു കോഴ്സിന് മാത്രം അപേക്ഷ നൽകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർ അവരുടെ ചുറ്റുപാടുള്ള മിനിമം ഒരു 5 സ്കൂളെങ്കിലും, അല്ലെ, മിനിമം ആണ് പറയുന്നത് 5 to 10 സ്കൂള്, അതായത് ഒരു 7A+, 8A+, 9A+ ഒക്കെ ലഭിച്ച വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ 7 മുതൽ 9A+ വരെ പിന്നെ SSLC മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർ ഒരു പ്രത്യേക കോഴ്സിന് തന്നെ അഡ്മിഷൻ വേണമെന്നും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ മിനിമം 5 മുതൽ 10 സ്കൂളെങ്കിലും അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അവർ ഏതെങ്കിലും ഒരു കോഴ്സ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കോഴ്സുള്ള 5 മുതൽ 10 സ്കൂള് അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അത്തരത്തിൽ അലോട്ട്മെന്റ് അപേക്ഷ നൽകുമ്പോൾ അതിന് അവർ കൃത്യമായി ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം. വൺസ് അഗൈൻ, അത്തരത്തിൽ അപേക്ഷ നൽകുമ്പോൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും ഫസ്റ്റ് ഓപ്ഷനായും, അതിന്റെ താഴെ ആഗ്രഹിക്കുന്ന സ്കൂളും കോഴ്സും സെക്കൻഡ് ഓപ്ഷനായും, അതിനും താഴെ ആഗ്രഹിക്കുന്ന സ്കൂൾ തേർഡ് ഓപ്ഷനായും, അതിനും താഴെ ആഗ്രഹിക്കുന്ന സ്കൂൾ ഫോർത്ത് ഓപ്ഷൻ, അങ്ങനെ മിനിമം 5 മുതൽ 10 വരെ സ്കൂളും കോഴ്സും സെലക്ട് ചെയ്യുക. ഞാൻ ഒരു തവണ കൂടെ പറയാണ്, മിനിമം 7A+ മുതൽ 9A+ വരെ ലഭിച്ച വിദ്യാർത്ഥികൾ ഏറ്റവും മിനിമം അവർക്ക് ആ വിദ്യാർത്ഥികൾക്ക് ഒരു പർട്ടിക്കുലർ കോഴ്സിൽ മാത്രം മതി അഡ്മിഷൻ എങ്കിൽ അവർ അതേ കോഴ്സുള്ള അവരുടെ അറൗണ്ട് ഉള്ള ഒരു 5 മുതൽ 10 വരെ സ്കൂളെങ്കിലും അലോട്ട്മെന്റ് അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അത്തരത്തിൽ അലോട്ട്മെന്റ് അപേക്ഷ നൽകുമ്പോൾ അവിടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കണം. സ്കൂളിന്റെ ഫസ്റ്റ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്കൂൾ 1ാമത്തെ ഓപ്ഷനായി നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 1ാമത്തെ ഓപ്ഷൻ വളരെ ശ്രദ്ധാപൂർവം നൽകണം. കാരണം 1ാമത്തെ ഓപ്ഷനിൽ 3 അലോട്ട്മെന്റിനിടയ്ക്ക് നമുക്കറിയാം മുഖ്യ അലോട്ട്മെന്റുകൾ 3 എണ്ണമാണ്.
ഈ 3 അലോട്ട്മെന്റുകൾക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്നാമത് കൊടുത്ത പ്രയോറിറ്റിയിൽ ഓപ്ഷനിൽ ഒരു വിദ്യാർത്ഥിക്ക് +1 അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി ആ സ്കൂളിൽ ആ കോഴ്സിൽ നിർബന്ധമായും ചേർന്ന് തുടർന്ന് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫസ്റ്റ് ഓപ്ഷൻ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അവർ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്കൂളും ഏറ്റവും ആഗ്രഹിക്കുന്ന കോഴ്സും ഫസ്റ്റ് ഓപ്ഷൻ നൽകുക. ഇനി ഇതേ കാറ്റഗറിയിൽ പെടുന്ന, അതായത് മിനിമം 5 മിനിമം ഒരു 7 A+ മുതൽ 9 A+ വരെ ലഭിച്ച വിദ്യാർത്ഥികൾ കോഴ്സിന്റെ കാര്യത്തിൽ അവർക്ക് കണ്ടീഷൻ ഇല്ലെങ്കിൽ, അതായത് ഇപ്പൊ നമുക്കറിയാം പ്രധാനമായിട്ടും കോഴ്സ് എന്ന് പറഞ്ഞാൽ സയൻസ് ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഈ കോഴ്സിന്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള കണ്ടീഷൻ ഒന്നുമില്ല. സയൻസ് ആയാലും കുഴപ്പമില്ല, കൊമേഴ്സ് ആയാലും കുഴപ്പമില്ല, ഹ്യൂമാനിറ്റീസ് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സയൻസ് കൊമേഴ്സ് എന്ന് 2 ഓപ്ഷനെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവര് മിനിമം ഒരു 3 സ്കൂളും അല്ലെ, മിനിമം അവര് എത്ര കോഴ്സ് ഉണ്ടോ, ഇപ്പൊ ഉദാഹരണത്തിന് അവർക്ക് കോഴ്സിന്റെ കാര്യത്തിൽ കണ്ടീഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഏത് കോഴ്സിന് ജോയിൻ ചെയ്താലും കുഴപ്പമില്ല. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 7 A+ മുതൽ 9 A+ വരെ ലഭിച്ച വിദ്യാർത്ഥികൾ മിനിമം ഒരു 3 സ്കൂളും ആ സ്കൂളിൽ എല്ലാ കോഴ്സുകൾക്കും അവർക്ക് അപേക്ഷിക്കാം. കാരണം അവർക്ക് കോഴ്സിന്റെ കാര്യത്തിൽ നോ കണ്ടീഷൻ, സ്കൂളാണ് അവർ കുറച്ചും കൂടെ പ്രയോറിറ്റി നൽകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ അവരും പ്രയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്കൂളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോഴ്സും ഫസ്റ്റ് ഓപ്ഷൻ, പിന്നീട് സെക്കൻഡ് ഓപ്ഷൻ, ആ രീതിയിൽ അപേക്ഷ നൽകുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത കാറ്റഗറി 7 A+ താഴെ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, ഒരു 6 A+, 5 A+, 4 A+ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ, മനസ്സിലായല്ലോ, 6, 5, 4 A+ ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അവർ പരമാവധി സ്കൂളുകൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തുക. എങ്ങനത്തെ വിദ്യാർത്ഥികൾ? ഒരൊറ്റ കോഴ്സ് മാത്രമാണ് അവർ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് 4 A+ ലഭിച്ച ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിക്ക് ബയോളജി സയൻസ് തന്നെ അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ ബയോളജി സയൻസ് ഉള്ള അവരുടെ ചുറ്റുപാടുള്ള പരമാവധി സ്കൂളുകൾ അവരുടെ അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. ഇനി കോഴ്സിന്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള യാതൊരുവിധ കണ്ടീഷനും ഇല്ല എന്നുണ്ടെങ്കിൽ സ്കൂളുകളുടെ എണ്ണം കുറച്ചാലും കുഴപ്പമില്ല. പക്ഷേ പരമാവധി കോഴ്സുകൾ അപേക്ഷയിൽ ഉൾപ്പെടുത്തുന്നത് അവർക്ക് ഗുണം ചെയ്യും. ഇനി വളരെ താഴെ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് 3 A+ അല്ലെങ്കിൽ അതിൽ താഴെയോ ലഭിച്ച വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവർ അവരുടെ അപേക്ഷയിൽ പരമാവധി സ്കൂളുകളും പരമാവധി കോഴ്സുകളും അപേക്ഷയിൽ ഉൾപ്പെടുത്തുക. ഇത്തരത്തിൽ പരമാവധി സ്കൂളുകളും പരമാവധി കോഴ്സുകളും അപേക്ഷയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു കാരണവശാലും അഡ്മിഷൻ ലഭിച്ചാൽ അവർക്ക് പോവാൻ തീരെ കഴിയാത്ത സ്കൂളുകളോ കോഴ്സിനോ അപേക്ഷ നൽകരുത്. കാരണം അത്തരത്തിൽ അപേക്ഷ നൽകി ആ സ്കൂളിലോ കോഴ്സിലോ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അവർ അലോട്ട്മെന്റിൽ ആ സ്കൂളിൽ കോഴ്സിൽ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും പരിപൂർണമായും ഔട്ടാവും. പിന്നീട് അവർക്ക് അലോട്ട്മെന്റിന് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകുവാനും കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പരമാവധി സ്കൂളുകളും പരമാവധി കോഴ്സുകളും ഒക്കെ നൽകുമ്പോഴും നമുക്ക് അഡ്മിഷൻ ലഭിച്ചാൽ പോവാൻ കഴിയാത്ത സ്കൂളോ കോഴ്സോ അപേക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഈ A+കളുടെ എണ്ണം പറഞ്ഞാണ് കുട്ടികളെ ക്ലാസിഫൈ ചെയ്തത്. അതായത് 10 A+, 9 A+, 8 A+ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുട്ടികളെ ക്ലാസിഫൈ ചെയ്തത്. വെറും A+ കൊണ്ട് മാത്രം ക്ലാസിഫിക്കേഷൻ സാധ്യമല്ല. നിങ്ങൾക്ക് ഈ കാര്യം വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് A+ എന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ചിലപ്പോൾ A+കളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിലും മറ്റു വളരെ താഴ്ന്ന ഗ്രേഡുകൾ മറ്റുള്ള സബ്ജക്റ്റുകൾക്കുണ്ടായി, ചില വിദ്യാർത്ഥികൾക്ക് കൂടുതൽ A ഗ്രേഡ് ഒക്കെ ഉണ്ടായി. പെർസെന്റേജ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സയൻസ് വിദ്യാർത്ഥികൾക്ക്, സയൻസ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിന്റെ മാർക്കിന് പ്രാധാന്യമുണ്ട്. അതിൽ ഉയർന്ന ഗ്രേഡ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ പ്രയോറിറ്റി ലഭിക്കും. അതുപോലെ തന്നെ കൊമേഴ്സിന് സാധാരണ ഇംഗ്ലീഷ്, IT ഒക്കെയാണ് നോക്കാറുള്ളത് എന്ന് പറയും. അപ്പോ ആ തരത്തിൽ നമ്മുടെ
ആഗ്രഹവും നമ്മൾ ആഗ്രഹിക്കുന്ന സ്കൂളും നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സും നമ്മളുടെ പെർസെന്റേജ് ഓഫ് മാർക്കും എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്, അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പൊ എല്ലാ വിദ്യാർത്ഥികൾക്കും +1 ഉയർന്ന അവർ ആഗ്രഹിക്കുന്ന സ്കൂളിൽ കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിച്ചോളൂ, ഉടനടി ഉത്തരം നൽകുന്നതാണ്. താങ്ക്